അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഖബറുകളിൽ നിന്ന് നമ്മളൊക്കെ എഴുന്നേക്കുന്നു. ഈ കാട്ടുംപുറം പള്ളിയിലെ പള്ളിക്കാട്ടിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ലോകത്തിന്റെ അവസാനത്തിന് ശേഷമുള്ള 40 വർഷത്തെ ഉറക്കം, ഈ ഉറക്കിൽ നിന്ന് നീ ഉണർത്തപ്പെടുമ്പോ ആ ഉണരുന്ന നേരത്തെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നു. എങ്ങനെയാ നമ്മൾ ഉണരുന്നതെന്നറിയുമോ? ഖാലൂ, അന്നാ ഖബറുകൾ പൊട്ടിയിട്ട് ഭൂമിയുടെ മുകളിലേക്ക് മസ്റ എന്ന് വിധാനിക്കപ്പെട്ട ഈ പച്ച പോലെ വെളുത്ത ഈ ഭൂമികയിലേക്ക് എഴുന്നേക്കുന്ന മനുഷ്യൻ വിളിച്ചു പറയും, നബിയേ, എന്താ പറയുന്നതെന്നറിയുമോ? യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ. ആരാണ് ഈ ഉറക്കിൽ നിന്ന് വിളിച്ചുണർത്തിയത്? ഖുർആന്റെ ഭാഷ എന്തൊരു സുന്ദരമായ ഉറക്കുവരുന്ന. ഒന്ന് എഴുന്നേറ്റ്, ഒന്ന് ഞെളിഞ്ഞു, ഒന്ന് പിരിഞ്ഞു, ഒന്ന് കയ്യൊക്കെ കുടഞ്ഞു, കണ്ണൊക്കെ തിരുമ്മിട്ട് ആരുടെ ഈ ഉറക്കെന്ന് വിളിച്ചോണ്ട് എന്തൊരു സുഖമായിട്ടുള്ള ഉറക്കുവരുന്ന് എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് ചുറ്റുമൊക്കെ ഒന്ന് നോക്കും. കാരണം ഉറക്കത്തിലല്ലേ ബോധം തിരിച്ച് നന്നായിട്ട് വന്നിട്ടില്ല. ഉറക്കച്ചടവ് 40 വർഷത്തെ ഉറക്കമല്ലേ പ്രിയപ്പെട്ടവര്. ജീവിതത്തിൽ ഇന്നോളം ഇത്ര സുഖകരമായി ഉറങ്ങിയിട്ടുണ്ടാവില്ല. ഒരു സുഖം അടുത്ത ദുഃഖത്തിന്റെ അടയാളമാണെന്നുള്ള പഴമൊഴി പോലെ അടുത്ത ഭീകരതയ്ക്ക് മുന്നോട്ടുള്ള സുഖം നൽകുകയാ റബ്ബ്. 40 വർഷത്തെ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് ഇങ്ങനെ പറയുമ്പോ പെട്ടെന്ന് അടുത്ത് കിടക്കുന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിച്ച മോമിനെ പെട്ടെന്ന് തട്ടിയിട്ട് വിളിക്കും, മോനെ, ഇത് ചായ കുടിക്കാൻ വേണ്ടി വിളിച്ചല്ലോ നിന്നെ, പത്രം വായിക്കാൻ വേണ്ടി വിളിച്ചല്ല. എന്റെ പെങ്ങളെ വിളിക്കും, മോളെ, ഇത് എന്തിനാ വിളിച്ചെന്നറിയോ? വസദഖൽ മുർസലൂൻ. അല്ലാഹ്, എന്റെ വടുതലക്കാരെ, തൊട്ടടുത്ത് കിടക്കുന്ന റൂഹ് പെട്ടെന്ന് നമ്മളോട് പറയുന്നു, മക്കളെ, ഇത് ഉറക്കിൽ നിന്ന് വിളിച്ചുണർത്തിയത് പത്രം വായിക്കാനല്ല, ഇത് മാർക്കറ്റിലേക്ക് മീൻ വാങ്ങാൻ പോകാനല്ല, മറിച്ച് മരണത്തിന് ശേഷമുള്ള ഉയർത്തെഴുന്നേൽപ്പിന്റെ ഭീകരത അള്ളാഹുവിന്റെ ഖുർആൻ നിങ്ങളെ പഠിപ്പിച്ചില്ലേ? ആ പഠിപ്പിച്ച സമക്ഷത്തിലേക്ക്, ആ മഹ്ശറയുടെ വിധാനത്തേക്കാണ് നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി വിളിച്ചുണർത്തിയത് എന്ന് പറയുന്ന നേരമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. ആ സമയത്ത് ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് കൊണ്ടുപോകുമ്പോ ലോകത്തിന്റെ മുത്ത് ഹബീബ് പഠിപ്പിക്കുന്നു, എന്റെ ഉമ്മത്തികൾ 40 വിഭാഗങ്ങളിൽ ഒന്നായി മാറും. അഥവാ എന്റെ വടുതലക്കാരെ, ഞാനും നിങ്ങളും നാളെ ഉയർത്തെഴുന്നേൽക്കുമ്പോ നമ്മളടക്കമുള്ള വിഭാഗം 40 സമുദായങ്ങളിൽ ഒന്നായി മാറും. നബി ഒന്നൊന്നായി എണ്ണുന്നോ. ഒരു വിഭാഗം നാളെ മഹ്ശറയിലേക്ക് കടന്നു പോകുന്നത് ഖിൻസീർ, ഒരു വിഭാഗം പോകുന്നത് പന്നികളെ പോലെയാണ്, മറ്റൊരു കോലം നായയാണ്, ഒരു കൂട്ടർ കൊരങ്ങനെ പോലെ വരുമെന്ന് ലോകത്തിന്റെ മുത്ത് പഠിപ്പിക്കുന്നു. ഒരു കൂട്ടർ ഇന്ന് തല ഭൂമിയിൽ കാല് ഭൂമിയിൽ വെച്ച് നടക്കും പോലെ അന്ന് അവരുടെ തലയായിരിക്കും ഭൂമിയിൽ. തറയിൽ വെച്ചുകൊണ്ട് അടിച്ചടിച്ച് തല പൊട്ടുന്ന രീതിയിൽ അടിച്ചടിച്ചുകൊണ്ട് നിലവിളിച്ചുകൊണ്ടാണ് അവർ മഹ്ശറയിലേക്ക്, അവരുടെ ജീവിതം സർവണം നടത്തപ്പെടുന്ന വിചാരണയിലേക്ക് അവര് പോകുന്നതെന്ന് നബി തങ്ങൾ പറഞ്ഞപ്പോ സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, എങ്ങനെയാണ് തലയിട്ടടിച്ചുകൊണ്ട് ഇത്രയും ദൂരം അവര് സഞ്ചരിക്കുക? ഉടനെ നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബത്തെ, ഭൂമിയിൽ വെച്ച് നിങ്ങളെ കാലുകൊണ്ട് നടത്താൻ ആരാണോ നിങ്ങളെ പഠിപ്പിച്ചത്, ആരാണോ നടക്കാൻ നിങ്ങളുടെ കാലുകൾക്ക് കഴിവ് തന്നത്, അതേ യജമാനനായ റബ്ബ് ഇത്തരക്കാർക്ക്, ഇത്തരം ദുര്യോഗികൾക്ക് അവരുടെ തലയ്ക്ക് അല്ലാഹു തആല കഴിവ് കൊടുക്കുന്നു. ആ തലയിട്ടടിച്ചുകൊണ്ടാണ് അവര് നാളെ മഹ്ശറയിലേക്ക് കടന്നു വരുന്നതെന്ന് പഠിപ്പിക്കുന്നു. ഒരു കൂട്ടർ മാത്രം 14-ാം രാവിലെ പ്രശോഭിതമായ ആകാശത്തിന്റെ തെളിഞ്ഞ നീലിമയിൽ ഉദിച്ചു നിൽക്കുന്ന വർണ്ണശബളതയുടെ ചാരുത ബിംബമായി മാറ്റപ്പെട്ടു പോയ ഈ അമ്പിളിമാമന്റെ ലെങ്കല് പോലെ തിളങ്ങുന്ന മുഖക്കമലത്തോടുകൂടി ഒരു വിഭാഗം നാളെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് രാജകുമാരന്മാരെ പോലെ കടന്നു വരുമെന്ന് ഖാല റസൂലുള്ളാഹി. കൊളുത്ത്, നമ്മുടെ ചങ്ങല അറിയാലോ, ഈ ചങ്ങലയുടെ കൊളുത്തുകളിൽ നിന്ന് ഒരു കൊളുത്തെങ്ങാനം ഭൂമിയിൽ വീണാൽ
ഭൂമിയിൽ പിന്നെ സമുദ്രമില്ല റസൂലുള്ള, അത് മുഴുവനും കത്തി തീർന്നു പോകും. അതാണ് നരകം, അതാണ് നരകത്തിന്റെ ചങ്ങല. നരകത്തിന്റെ ആരവങ്ങൾ ചില്ലറല്ല പ്രിയപ്പെട്ടവരെ. ഇതും പറഞ്ഞുകൊണ്ട് നരകത്തിന്റെ എന്തെന്തൊക്കെയോ വിവരങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ജിബ്രീൽ വാചാലമാകാൻ തുടങ്ങി. നബിയുടെ മുമ്പിൽ നിന്ന് ജിബ്രീൽ അങ്ങോട്ട് പ്രസംഗം തുടങ്ങി. പക്ഷേ ആ പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന നരകത്തിന്റെ ആരവങ്ങളെ സംബന്ധിച്ച് നമുക്ക് വെളിവാക്കി തരാത്ത, വെളിവാക്കാൻ അല്ലാഹു തആല അനുവദിക്കാത്ത വിവരങ്ങൾ കേട്ട നബിത്തങ്ങൾ അത് കേട്ട് തീർക്കാനുള്ള ഒരു മനഃശക്തി ഇല്ലാതെ വന്നപ്പോ ആ നബിത്തങ്ങൾ പെട്ടെന്ന് അവിടത്തെ സറഫാക്കപ്പെട്ട കൈത്തലം ജിബ്രീലിന്റെ പ്രസംഗിക്കുന്ന ശബ്ദം നിർത്താൻ ആവശ്യപ്പെട്ടുകൊണ്ട് നീട്ടുന്നു. എന്നിട്ട് പറഞ്ഞു, ഹസ്ബിയ ജിബ്രീൽ, ഹസ്ബി യാ ജിബ്രീൽ ലാ യൻസദിഉ ഖൽബി ഫഅമൂത്ത്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നരകം നമുക്ക് വേണ്ട. അറിഞ്ഞുകൊണ്ട് നരകത്തിന് പണിയെടുക്കല്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഒരയൽക്കാരെ കുറിച്ചും നിന്റെ നാവ് പരദൂഷണത്തിന് വിട്ടുകൊടുക്കണ്ട. കാരണം നബിത്തങ്ങൾ അറിഞ്ഞ നരകത്തിന്റെ വിവരണങ്ങൾ നമുക്ക് പൊളിച്ചു തന്നില്ല. എന്തൊക്കെയോ ഭീകരമായ വിവരങ്ങൾ പച്ചയ്ക്ക് നബിത്തങ്ങൾക്ക് ജിബ്രീൽ വിവരിച്ചു കൊടുത്തപ്പോ ആ വിവരണം കേട്ട നബിത്തങ്ങൾ വിളിച്ചു പറഞ്ഞത് പൊട്ടിക്കരഞ്ഞുകൊണ്ട്, ഹസ്ബി യാ ജിബ്രീൽ, മതിയടോ ജിബ്രീൽ, എനിക്കിനി നരകത്തെ കേക്കണ്ട, എനിക്കിനി വിവരിച്ചു തരണ്ട. ലാ യൻസദിഉ ഖൽബി, നരകം കേൾക്കാൻ എന്റെ കൽബിന് തോക്കത്തില്ല, എന്റെ കൽബ് താകില്ലടോ ജിബ്രീൽ. അതുകൊണ്ട് എനിക്ക് നരകത്തെ വിവരിച്ചു തരണ്ട. എന്റെ വടുതലക്കാരെ, ഈ കാട്ടുംപുറം പള്ളിക്ക് സമീപമുള്ള അനുഗ്രഹീതമായ മജ്‌ലിസിലിരുന്നു കൊണ്ട് നരകത്തിന്റെ ആരവങ്ങളെന്ന വിഷയം ശ്രവിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, നരകം നമുക്ക് വേണ്ട. നരകത്തിന് അധ്വാനിക്കണ്ട. ഒരു ഭാര്യമാരും ഇവിടെ വഞ്ചിക്കപ്പെടണ്ട. ഒരു നോട്ടം കൊണ്ട് പോലും വഞ്ചിക്കപ്പെടരുത് പ്രിയപ്പെട്ടവരെ. കാരണം ഇതിന് പകരം അല്ലാഹു നിശ്ചയിച്ചത് നരകമാകുമ്പോ എന്താണ് നരകമെന്നറിയുമോ? നബിത്തങ്ങളാണ് കേട്ടത്, നമുക്ക് വെളിവാക്കിയില്ല. എന്തേ വെളിവാക്കാത്തതെന്നറിയുമോ? നബി അറിഞ്ഞ നരകത്തിന്റെ ഭീകരത വെളിവാക്കി തന്നാൽ അല്ലാഹുവാണ് പ്രസംഗിക്കാൻ അബൂറബിയില്ല. അത് കേട്ടിരിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരില്ല. ഇത് നബി തങ്ങൾ തന്നെ ആണയിട്ട് പഠിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അവിടുന്ന് കരഞ്ഞുകൊണ്ട് പൊറുതിമുട്ടിയിട്ട് അസഹ്യമായി പറഞ്ഞു, ജിബ്രീൽ ലാ യൻസദിഉ ഖൽബി, എന്റെ കൽബ് താങ്ങുന്നില്ലടോ ജിബ്രീൽ. എന്റെ ഹൃദയം പൊട്ടിപ്പോകുമെടോ ജിബ്രീൽ, എന്റെ ഹൃദയം പൊട്ടി ഞാൻ മരിച്ചു പോകുമെടോ ജിബ്രീൽ. അത്രത്തോളം ഭയം മുറ്റി നിൽക്കുന്നു എന്റെ ഹൃദയത്തിൽ. അതുകൊണ്ടിനി എനിക്ക് നരകം വിവരിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മുത്ത് ഹബീബ് കരയാ തുടങ്ങി. ബുശ്റാലനാ മഅ്സറുൽ ഇസ്ലാമി ഇന്നലനാ മിനൽ ഇനായത്തി റൂഹൻ ഗൈറ മുൻഹദിമി ലമ്മാ ദഅ അല്ലാഹു ദാഇനാ ലിത്വാഅതിഹി بأكرم الرسل كنا أكرم الأمم.
എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും കൽബ് പോലെയല്ല നബിയുടെ കൽബ്. അതിന്റെ പവർ എത്രയെന്നറിയുമോ? സ്വന്തം ഭാര്യമാരോടൊത്ത് ലൈംഗികമായ അനുഗ്രഹത്തിൽ ഏർപ്പെടുമ്പോ പോലും 40ഓളം വരുന്ന ധീര യോദ്ധാക്കളുടെ പവറാണ് നബിത്തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്തിരിക്കുന്ന ആരോഗ്യമെങ്കിൽ ആ കൽബിന്റെ പവർ എത്രയാണ് പ്രിയപ്പെട്ടവരെ? ആ നബിത്തങ്ങളാണ് പറഞ്ഞത്, എന്റെ ഹൃദയം പൊട്ടുമെടോ, ഞാൻ മരിച്ചു പോകുമെടോ, അതുകൊണ്ട് എനിക്ക് നരകത്തെ കേൾക്കണ്ട. ഇതും പറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ മുത്ത് ഹബീബ് കരയാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, നബിയുടെ ഹദീസാണ്, നബിയുടെ സംഭവങ്ങളാണ്. ഈമാനുള്ളവരല്ലേ, ചെയ്തു പോയ തെറ്റുകളെ കൊണ്ടുവരൂ, കുറ്റബോധം മനസ്സിൽ വരട്ടെ. അങ്ങനെ കുറ്റബോധം ഈ മജ്ലിസിൽ നിന്ന് നമുക്ക് വന്നാൽ ഇന്നത്തെ ദിവസം ഈ നാടിൽ നിന്ന് അള്ളാഹുവിനെ ഏറ്റവും അധികം സന്തോഷിപ്പിച്ച അമലായത് മാറിയേക്കാം. അതിന്റെ പേരിൽ നമ്മുടെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തന്നേക്കാം. കാരണം ഭൂമി മണ്ണിലുള്ള മനുഷ്യന്റെ കുറ്റബോധങ്ങളും മനുഷ്യന്റെ കണ്ണിൽ നിന്ന് നിർഗളിക്കുന്ന കണ്ണുനീരുകളോളം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അമല് വേറെ ഇല്ലെന്ന് പഠിപ്പിക്കപ്പെടുമ്പോ കുറ്റബോധം വരട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ 2 മണിക്കൂർ നരകത്തിന്റെ മോചനമായി നമുക്ക് മാറട്ടെ. കാരണം അത്ര ഭീകരമല്ലേ നരകം. ഇതും പറഞ്ഞുകൊണ്ട് നബി തങ്ങൾ ഈ വിഷയം പറഞ്ഞിട്ട് എന്റെ കൽബ് താങ്ങില്ല, മരണപ്പെടുമെന്ന് പറഞ്ഞിട്ട് കരയാൻ തുടങ്ങി. നബി ഇങ്ങനെ കരയുകയാ. നബിത്തങ്ങളുടെ വട്ടത്താടി മുഴുവനും നനഞ്ഞൊഴുകാൻ തുടങ്ങി കരഞ്ഞിട്ട്. കണ്ണുനീരുകൾ സജലങ്ങളായി മാറങ്ങിയപ്പോ വരണ്ടുണങ്ങിയ ഭൂമിക ദാഹം തീർത്ത് കളഞ്ഞു. അത്രത്തോളം നബി കരഞ്ഞു. കരയുന്നതിന്റെ ഇടയിൽ ഇടിമുഴക്കം പോലത്തെ തേങ്ങല് കേട്ട്. പ്രിയപ്പെട്ടവരെ, തേങ്ങല് കേട്ട നബിത്തങ്ങൾ ഇതെവിടെ നിന്ന് തേങ്ങണേന്നും പറഞ്ഞ് തിരിച്ചു നോക്കുമ്പോ നബിയുടെ മുമ്പിൽ നിന്ന് പൊട്ടിക്കരയുന്നു. നബി പോലും ചിന്തിക്കാത്ത നേരത്ത് ചിന്തിക്കാൻ കഴിയാത്തയാൾ ആരാന്നറിയോ? സാക്ഷാൽ ജിബ്രീൽ. നല്ല മജ്ലിസല്ലേ, ഉത്തരം കിട്ടുന്ന മജ്ലിസാ പ്രിയപ്പെട്ടവരെ. കാരണം ഈമാനുള്ള മനസ്സുകൾ ഒരുപാട് വേദനിച്ചിരിക്കുന്ന മജ്ലിസല്ലേ. അതുകൊണ്ട് മഹാന്മാരുടെയും മലക്കുകളുടെയും നബിമാരുടെയും പേര് കേൾക്കുമ്പോൾ തർലിയത്തും സ്വലാത്തുകളൊന്നും കുറയ്ക്കണ്ട. മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമ പൊട്ടി വീഴുകയാ. ഒരു പൂച്ചക്കുട്ടി വിറയ്ക്കുന്ന ലാഘവത്തോടെ നബിയിൽ നിന്ന് വിറച്ചുകൊണ്ട് വിമ്മി പൊട്ടിക്കരയുകയാ. ഏത് ജിബ്രീൽ? നബി തങ്ങൾ ചോദിച്ചു, ജിബ്രീൽ മായുബ്കീക്, നിങ്ങൾ കരയുകയോ? നിങ്ങൾ എന്തിനാ കരയണ? ജിബ്രീൽ പറഞ്ഞു, നബിയെ നരകത്തെ പേടിച്ചപ്പോ ഞാനും കരഞ്ഞു പോവുകയാ. നബി തങ്ങൾ പറഞ്ഞു, ജിബ്രീലെ നിങ്ങൾ നരകത്തെ പേടിച്ച് കരയോ? അതേ നബിയെ, നരകത്തെ പേടിച്ച് ഞാനും കരയുകയാ. ഏത് ജിബ്രീൽ എന്നറിയോ പ്രിയപ്പെട്ടവരെ? ഏത് ജിബ്രീലിന്റെ തേങ്ങലാന്നറിയോ? ബനൂ ഇസ്രായേലിലുണ്ടായിരുന്ന സദൂം എന്ന ഗോത്രത്തിലെ 10,000 വരുന്ന മക്കൾ ഭൂമി മണ്ണിൽ അല്ലാഹു തആല ഒരുപാട് വിശാലത നൽകി അനുഗ്രഹിച്ചപ്പോ ആ വിശാലത കൊണ്ട് അഹങ്കരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ അസ്തിത്വത്തെ പോലും ചോദ്യം ചെയ്തു. അവർ അസ്തിത്വത്തെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് ഹിദായത്തിന്റെ വെള്ളി വെളിച്ചത്തിന്റെ ക്ഷണത്തിന് വേണ്ടി അവരിലേക്ക് ഇറങ്ങി തിരിച്ച പ്രബോധനത്തിന്റെ കൂരമ്പുകളുള്ള ഉത്തരവാദിത്വത്തിന്റെ മേഖലയിലേക്ക് പച്ചപ്പുകൾ വെച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങിയ പ്രവാചകന്മാരെ അറുംകൊല ചെയ്യാൻ പോലും അവർ മുതിർന്നു. അവസാനം അല്ലാഹുവിനോട് പോലും യുദ്ധം ചെയ്തുകൊണ്ട് തമസിന്റെ കുഫ്രിയത്തിന്റെ കോമരങ്ങളായി മാറിപ്പോകുന്ന തരത്തിൽ കുത്തഴിഞ്ഞ ജീവിതങ്ങളായി അവരുടെ ജീവിതങ്ങളെ മാറ്റപ്പെട്ടു കളഞ്ഞു ഈ സദൂം വർഗം. പ്രിയപ്പെട്ടവരെ, അവസാനം അവരിൽ നിന്ന് ഒരാൾ പോലും അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരുന്നില്ല എന്ന് മനസ്സിലാക്കി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആകാശത്തുള്ള സൈനിക വ്യൂഹത്തിന്റെ കമാൻഡറാകുന്ന ഇതേ ജിബ്രീലിനെ വിളിച്ചിട്ട് പറഞ്ഞു, ജിബ്രീൽ, സദൂം ഗോത്രത്തിന്റെ ഭൂമി മണ്ണിൽ ഒരൽപ്പം വെള്ളം കുടിക്കാൻ ഇനി അവർക്ക് അവകാശമില്ല, ഒരു പിടി ഭക്ഷണം തിന്നാനുള്ള അവകാശമില്ല. അതുകൊണ്ട് ഭൂമി മണ്ണിലുള്ള അവരെ മുഴുവനെയും അവരുടെ രാജ്യമൊന്നാകെ തകർത്ത് തരിപ്പണമാക്കി കളയൂ ജിബ്രീൽ എന്ന് അല്ലാഹു തആല ജിബ്രീലിന് മുന്നറിയിപ്പ് നൽകുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വിവരം കേൾക്കേണ്ട താമസം ആകാശലോകത്തിന്റെ നീലിമ കീറിക്കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമ തന്റെ സൈനിക വ്യൂഹത്തെ വിളിച്ചുകൊണ്ട് അവർക്ക് മുഴുവനും സൈനിക യൂണിഫോമുകൾ നൽകിയിട്ട് എയർ ഗണ്ണുകളും നൽകിയിട്ട് ബോംബർ വിമാനങ്ങളുടെ പാരാവാരത്തോടൊപ്പം ഭൂമി മണ്ണിലേക്ക് വന്നു. സദൂം ഗോത്രം ജീവിക്കുന്ന 7 പട്ടണങ്ങളടങ്ങിയ വിശാലമായ മഹാരാജ്യത്തെ ചുട്ട് ചരിപ്പണമാക്കുക, സ്കഡ് മിസൈലുകൾ ഉപയോഗിച്ച് തകർത്ത് തരിപ്പണമാക്കുകയല്ല ചെയ്തത്. മറിച്ച് കേവലം വരുന്ന ഈ ഒരൊറ്റ മലക്ക് മാത്രം, ജിബ്രീൽ മാത്രം ഭൂമിയിലേക്ക് ഇറങ്ങുന്നു. ഇറങ്ങി വന്നിട്ട് സദൂം ഗോത്രം വിശാലമായി ജീവിക്കുന്ന
7 പട്ടണങ്ങളടങ്ങിയ അവരുടെ മഹാരാജ്യത്തിന്റെ വിരിമാറിലേക്ക് ഉയർന്നു നിന്നുകൊണ്ട് ഠോ എന്ന ഒരൊറ്റ അട്ടഹാസം നടത്തുന്നു. ഈ അട്ടഹാസം മുഴങ്ങിപ്പോകേണ്ട താമസം പ്രിയപ്പെട്ടവരെ, അറബിക്കടലിന്റെ ഉള്ളറയിൽ ക്ഷോഭം നടക്കുന്ന നേരത്ത് 10-15 മീറ്ററുകൾ ഉയരങ്ങളിലേക്ക് തിരകൾ അലമുറയിട്ടുകൊണ്ട് അലയടിച്ചുകൊണ്ട് ഉരഞ്ഞ് അട്ടഹസിക്കുന്ന നേരത്ത് 1.5 മീറ്റർ മാത്രം വലിപ്പത്തിലോടുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ തോണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിയന്ത്രണം വിട്ട് ആടിക്കളിക്കുന്ന മാതിരി ഈ ഭോ എന്ന ഒരൊറ്റ അട്ടഹാസത്തിന്റെ പേരിൽ 10,000-കണക്കിന് വരുന്ന മനുഷ്യ മക്കളെയും വെച്ചുകൊണ്ട് സദൂം ഗോത്രം ജീവിക്കുന്ന വിശാലമായ അവരുടെ ഭൂമിക മുഴുവനും ഞെട്ടൊറ്റ പമ്പരം പോലെ ഇളകിയാടാൻ തുടങ്ങി. കയ്യിൽ നിന്ന് ഗ്ലാസ് വീണിട്ട് ഭൂമിയിലേക്ക് വീണ് ചിന്ന ഭിന്നമായി തകർന്നടിയുന്ന ചീളുകളാക്കി മാറ്റപ്പെടുന്ന ലാഘവത്തോടുകൂടി അവരുടെ ഭൂമിക അവരോടൊപ്പം തന്നെ തകർന്ന് ഉടഞ്ഞ് തരിപ്പണമാക്കി മാറ്റപ്പെടാൻ കേവലം ഈ ജിബ്രീൽ എന്ന മാലാഖയുടെ ഒരൊറ്റ അട്ടഹാസത്തിന് സാധിച്ചുവെങ്കിൽ അതേ ജിബ്രീൽ, ആസക്തനായ ജിബ്രീൽ. എന്റെ പ്രിയപ്പെട്ടവരെ, ഏതായി ജിബ്രീൽ എന്നറിയോ? കാണാൻ കൊതിച്ച നബി തങ്ങൾ നീണ്ട 23 സംവത്സര കാലത്തിനിടയിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ വഹീകൾ നബി തങ്ങൾക്ക് എത്തിച്ചു കൊടുത്ത അള്ളാഹുവിന്റെ അനുഗ്രഹീതനായ മലക്കാണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമെങ്കിൽ ജീവിതത്തിൽ 2 വട്ടമേ ഈ ജിബ്രീലിനെ നബി തങ്ങൾ കണ്ടിട്ടുള്ളൂ. യഥാർത്ഥ കോലത്തിൽ 2 വട്ടം. നബി 1 വട്ടം ആവശ്യപ്പെട്ട് 2 വട്ടം കണ്ടപ്പോഴും നബി തങ്ങൾ മുഴുമിച്ചിട്ടില്ല, ഉറങ്ങിപ്പോയി. 1 വട്ടം കണ്ടപ്പോ കാണാൻ നബി തങ്ങൾ കൊതിച്ചിട്ട് പറഞ്ഞു, ജിബ്രീലെ എനിക്ക് കാണണം. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞ നബിയെ കാണാം, എവിടെ വരണം? നബി തങ്ങൾക്ക് നിശ്ചയിച്ചു കൊടുത്ത വിശാലമായ ഭൂമിക ജന്നത്തുൽ ബഖീയിലേക്ക് വരാൻ പറഞ്ഞ നബി തങ്ങൾ ചെന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ വെച്ചുകൊണ്ട് നബിയുടെ മുമ്പിലേക്ക് ജിബ്രീൽ എന്ന മാലാഖ വെളിവാകാൻ തുടങ്ങി. ഏത് മലക്ക ഈ നബിയുടെ മുമ്പിൽ നിന്ന് നരകം കേട്ട് കരഞ്ഞ് ശ്രദ്ധിച്ചോ? ജിബ്രീൽ അലൈഹിസ്സലാം നബിയുടെ മുമ്പിൽ നിന്ന് വെളിവായി. ജിബ്രീൽ എന്ന മലക്കിനെ നബി തങ്ങൾ കണ്ടോ? സുന്ദരമായ സൗരഭ്യമുള്ള രൂപം, പ്രകാശത്തിന്റെ കട്ടയാകുന്ന ജിബ്രീൽ. ആ ജിബ്രീൽ തന്റെ പ്രകാശം വെളിവാക്കാൻ തുടങ്ങി. അല്ലാ, സുന്ദരമായ ജിബ്രീലിന്റെ പ്രഭ കണ്ടുകൊണ്ട് നിൽക്കുന്ന നബി തങ്ങൾ, ജിബ്രീൽ എന്ന മലക്ക് തന്റെ 6 ചിറകുകൾ തന്റെ ഭാഗങ്ങളിൽ നിന്ന്, പാർശ്വഭാഗങ്ങളിൽ നിന്ന് വിടർത്താൻ തുടങ്ങി. വർണ്ണശബളതയുള്ള സൗരഭ്യമുള്ള 6 ചിറകുകൾ വിടർന്ന് പന്തലിച്ചുകൊണ്ട് ജിബ്രീൽ എന്ന മലക്കിങ്ങനെ വിടർന്നുകൊണ്ടിരിക്കുന്നു. നബി തങ്ങൾ ആ ജിബ്രീലിനെ സാഗൂതം വീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോ ചക്രവാളം നിറഞ്ഞ വിശാലമായ സൗരഭ്യത്തിന്റെ സങ്കേതമാകുന്ന ജിബ്രീൽ, ആ ജിബ്രീൽ അലൈഹിസ്സലാം വിടർന്ന വെളിവാകുന്നതിന്റെ ഇടയിൽ തന്റെ 6 ചിറകിന്റെ ഓരോ ചിറകിന്റെ അടിയിൽ നിന്നും 100 അടുക്ക് വീതം വീണ്ടും ചിറകുകൾ ഇങ്ങനെ വെളിവാകുന്നു. അല്ലാ, അങ്ങനെ 606 ചിറകുകളുടെ സമ്മേളനമാകുന്ന ജിബ്രീൽ തന്റെ വിശ്വരൂപം കൊണ്ട് നബി തങ്ങൾ നോക്കുന്ന ചക്രവാളം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നു. പക്ഷേ ജിബ്രീൽ തീരുന്നില്ല. അത്രയും വിശാലമായ ജിബ്രീലിന്റെ പ്രിയപ്പെട്ടവരെ, ആ ജിബ്രീലാണ് നബിയുടെ മുമ്പിൽ നിന്ന് നരകത്തെ പേടിച്ച് കരയുന്നത്. നബി തങ്ങൾ ചോദിച്ചു, ജിബ്രീൽ നിങ്ങൾ മലക്കല്ലേ? ജിബ്രീൽ, മലക്കായ നിങ്ങൾ എന്തിനാണ് ഈ നരകത്തെ പേടിച്ചിട്ട് നിലവിളിക്കുന്നതെന്ന് ചോദിച്ചപ്പോ ഈ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയേ, അതെ അങ്ങ് പറയുന്ന മാതിരി മലക്ക ഞാൻ. ആ പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചോ? ബോധമുള്ളവരല്ലേ നമ്മൾ, നന്നാകാൻ ഇത് തന്നെ മതി. അപ്പൊ നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. ജിബ്രീൽ പറഞ്ഞു, നബിയെ അവിടെ നിന്ന് പറയും പോലെ ഞാൻ മലക്ക, ശരി തന്നെ, പക്ഷേ എനിക്ക് തന്നിരിക്കുന്ന ഈ പവിത്രമായ സ്ഥാനം അല്ലാഹു തആല തിരിച്ചെടുക്കില്ല എന്ന് ആര് കണ്ടു? ആരുണ്ട് ജിബ്രീലിന് ഉറപ്പു തരാൻ? ഈ സ്ഥാനം അല്ലാഹു തആല തിരിച്ചെടുത്തില്ല ഇബ്ലീസിന്. ഇബ്ലീസ് ആരായിരുന്നു? അവന് പവിത്രമായ സ്ഥാനം കൊടുത്ത് തങ്ങളോടൊപ്പമുള്ള സർവ്വ ആനുകൂല്യങ്ങളും കൊടുത്തിരുന്നു. പക്ഷേ അവൻ പോലും അറിയാത്ത നേരത്ത് അവന്റെ സ്ഥാനം അല്ലാഹു തആല പിൻവലിച്ചപ്പോ അല്ലാഹു തആല നരകത്തിന്റെ കോടിക്കണക്കിന് വർഷം അനന്തമായ കാലം പച്ചക്കരിക്കുന്ന വിറകാക്കി അവന്റെ ശരീരത്തെ റബ്ബ് സുബ്ഹാനഹു വ തആല തള്ളിക്കളഞ്ഞില്ലേ നബിയെ? ഹാറൂത്ത് മാറൂത്ത് എന്ന 2 മലക്കുകൾ ആരാണ് നബിയെ? അവര് ഞങ്ങളുടെ സഹോദരങ്ങളല്ലായിരുന്നോ? അവരിന്ന് ഈ ഇന്ന് ഭൂമി മണ്ണിലെ സിഹിറിന്റെ മാരണത്തിന്റെ ഹോൾസെയിൽ വ്യാപാരികളാക്കുന്ന തരത്തിൽ പരീക്ഷണ ലോകത്തിലേക്ക് അല്ലാഹു തആല അവരെ തരം താഴ്ത്തി കളഞ്ഞുവെങ്കിൽ അതേപോലെ മാത്രമല്ലേയുള്ളൂ നബിയെ ഈ ജിബ്രീലിന് തന്നിരിക്കുന്ന പവിത്രമായ സ്ഥാനമെങ്ങാനും അല്ലാഹു തആല പിൻവലിച്ചാൽ ജിബ്രീലും ഇതേപോലെ നരകത്തിന്റെ വിറകാകില്ലേ നബിയെ? ഇതും പറഞ്ഞുകൊണ്ട് ജിബ്രീൽ അങ്ങോട്ട് കരയാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, 2 പേരും നിലവിളിക്കാൻ തുടങ്ങി.
രണ്ടുപേരും കരയാൻ തുടങ്ങി. അവസാനം സ്ഥലകാല സങ്കല്പങ്ങൾക്ക് അതീതനായ റബ്ബുൽ ഇസ്സത്ത് അവർക്ക് സുവിശേഷം അറിയിക്കുന്നതുവരെ, നരകത്തിലേക്ക് നിങ്ങളെ ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന സന്തോഷം അറിയിക്കുന്നതുവരെ ആ രണ്ടുപേരും നബിയും അതുപോലെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാമും പരസ്പരം സമാധാനിപ്പിക്കാനുള്ള വാക്കുകൾ കിട്ടാതെ, സമാധാനിപ്പിക്കാൻ മനസ്സൊന്ന് അടങ്ങി നിൽക്കാതെ നിലവിളിച്ചു പോയെന്ന് ഹദീസുകൾ പഠിപ്പിക്കുമ്പോ, മഹാന്മാര് നമ്മെ പഠിപ്പിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്താൻ തദക്കറൂ ഫഇദാ ഹും മുബ്സിറൂൻ ലഹും തഹത ളലാമി വഹും സുജൂദൂ അനീനും മിൻഹു തൻഫരിജുൽ വഖുറുസും ഫിൻ നഹാരി ലിതൂലി സുംതി അലൈഹിം മിൻ സകീനതിഹിം ഖുശൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആലോചിക്കുക. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. നരകത്തിലേക്ക് പോകുന്നവന്റെ ശരീരം എന്താണെന്ന് കേൾക്കണോ? ഞാൻ ചോദിക്കട്ടെ, 3000 വർഷം കത്തിച്ച ഭീകരമായതല്ലേ നരകം? ഈ ദുനിയാവിന്റെ തീനാളം പോലും നരകത്തുമായിട്ട് ബന്ധപ്പെടാൻ ഒരു യോഗ്യതയില്ലാത്ത തീനാളം എന്നാ പഠിപ്പിക്കപ്പെട്ടത്. ഈ തീനാളം പോലും ഒരു 10 മിനിറ്റ് നമ്മുടെ ശരീരത്തിൽ ഒന്ന് കത്തി നിൽക്കുമ്പോൾ തീരാനേ ഉള്ളൂ നമ്മുടെ ശരീരങ്ങൾ. അപ്പൊ പിന്നെ ഈ ശരീരങ്ങൾ 3000 വർഷം കത്തിച്ച നരകത്തിന്റെ ഇരുണ്ട കനൽക്കട്ടകളെ എങ്ങനെ സഹിക്കും? പ്രിയപ്പെട്ടവരെ, പറയാൻ തന്നെ പേടിയുണ്ട്. അല്ലാഹു തആല ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നരകമോചനം നൽകി നമ്മെ ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മജ്ലിസിൽ നിന്ന് കൂട്ടമായി പിന്തിരിഞ്ഞു പോകുമ്പോൾ അത് സ്വർഗത്തിലേക്കുള്ള നടത്തമാക്കി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നരകത്തിലേക്ക് പോകുന്നവന്റെ ശരീരമൊക്കെ വലിച്ചു നീട്ടുന്നത് എത്രയെന്നറിയോ? ദുനിയാവിന്റെ തീനാളം പോലും നമ്മൾ സഹിക്കുന്നില്ല. ഈ അടുത്ത സമയത്ത് ഞങ്ങളുടെ ഒരു 6-7 മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ തിരുവനന്തപുരത്തെ പാങ്ങോട് ഭാഗത്തുള്ള ഒരു ആംബുലൻസ് എമർജൻസി ആയി ഒരു രോഗിയുമായി സഞ്ചരിച്ചു കൊണ്ടിരുന്ന ആംബുലൻസിന്റെ ഉള്ളറയിൽ ഷോർട്ട് സർക്യൂട്ട് എന്തോ സംഭവിച്ച ആംബുലൻസ് കത്തിയിട്ട് അതിന്റെ തീനാളങ്ങൾ അതിന്റെ ഡീസൽ ടാങ്കിലേക്ക് കയറി പൊട്ടിത്തെറിച്ച് ഭൂഭീകര ശബ്ദത്തോടു കൂടി ആഞ്ഞു കത്തിയത്. 10 മിനിറ്റോളം കത്തി നിന്ന ഈ ആംബുലൻസിന്റെ ഉള്ളറയിലുള്ള പാവങ്ങളുടെ ദീനരോധന വിളികൾ കേട്ട് നമ്മുടെ സഹോദരങ്ങളാ, അള്ളാഹു അവർക്ക് ശുഹദായിന്റെ കൂലി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചുറ്റുവട്ടത്തെ കടയിലുണ്ടായിരുന്ന സഹോദരങ്ങളൊക്കെ ഓടിക്കൂടി. അവരൊക്കെ ഓടി വരുമ്പോ ഒരാൾക്ക് പോലും യാന്ത്രികമായി നോക്കി നിൽക്കാനല്ലാതെ സഹായിക്കാൻ കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, നോക്കി നിൽക്കുന്നവരുടെ മനസ്സിന്റെ താളങ്ങൾ മുഴുവനും തെറ്റിപ്പോയി. കാരണം ഈ ആംബുലൻസിന്റെ ഉള്ളറയിൽ തീനാളങ്ങൾ ശരീരത്തിന്റെ പച്ചയായ ഭാഗങ്ങൾ ജീവനോടെ കൊന്നു തീർത്തുകൊണ്ടിരിക്കുമ്പോ, ശരീരം കരിഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ പരമാവധി വേദന അസഖ്യമായി അനുഭവിച്ചുകൊണ്ടിരുന്ന ഈ പച്ചപ്പാവങ്ങളായ നമ്മുടെ സഹോദരങ്ങൾ ആംബുലൻസിന്റെ ഉള്ളറയിൽ നിന്ന് പൊട്ടിക്കരയുന്ന ദീനരോധനങ്ങൾ തീയുടെ ഭീകരമായ ശബ്ദത്തിന്റെ ഇടയിലേക്ക് രക്ഷിക്കാൻ വന്ന സഹോദരങ്ങളുടെ ശ്രവണപുടങ്ങളിലേക്ക് ആഞ്ഞടിച്ചപ്പോ സ്ഥലകാല ബോധം പോയിട്ട് അവസാനം മനസ്സിന്റെ താളം പോലും തെറ്റിപ്പോയിട്ട് നിലവിളിക്കാനല്ലാതെ ഒരു കുട്ടിക്ക് പോലും സഹായിക്കാൻ കഴിയാത്ത തരത്തിൽ നീണ്ട 10 മിനിറ്റോളം ശരീരങ്ങൾ പച്ചയായി ആളിപ്പടർന്ന ഈ ദുനിയാവിന്റെ തീനാളം കെട്ടുതീർന്നപ്പോ, ഫയർഫോഴ്സ് എത്തിയിട്ട് തീ അണച്ചു തീർന്നപ്പോ, ആംബുലൻസിന്റെ കത്തിക്കരിഞ്ഞ പാർട്സ് ഭാഗങ്ങൾ ഏതെന്നോ, മരിച്ചുപോയ നമ്മുടെ പാവപ്പെട്ട സഹോദരങ്ങളുടെ ശരീരത്തിന്റെ കത്തിക്കരിഞ്ഞ ഭാഗങ്ങൾ ഏതെന്നോ തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലേക്ക് കരിക്കട്ടകളാക്കി മാറ്റിപ്പോയെങ്കിൽ ദുനിയാവിന്റെ കേവലം വരുന്ന തീനാളങ്ങൾ ഒന്ന് തൊട്ട തീരാനയുള്ള നമ്മുടെ ശരീരങ്ങൾ. അപ്പൊ പിന്നെ നരകത്തിന്റെ തീയോ? ഈ തീ നമ്മുടെ ഈ ചെറിയ ശരീരം 5 അടി 5 ഇഞ്ച് വലിപ്പമുള്ള ശരീരം താങ്ങോ? പ്രിയപ്പെട്ടവരെ, താങ്ങോ? ചിന്തിച്ചു നോക്കിക്കേ. അതും ആഖിറത്തിന്റെ 3000 വർഷം കത്തിച്ച നരകം. ഈ നരകത്തിന്റെ തീനാളങ്ങൾ ഈ തെറ്റിന്റെ പേരിൽ ഈ ചെറിയ മനുഷ്യനെ പിടിച്ചിട്ട് ചെന്ന് വീണിന് മുമ്പ് തീരൂലേ? ബുദ്ധി സമ്മതിക്കോ? അല്ലാഹ്ക്കറിയാം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ എന്നോട് നിങ്ങളോടും 1000 തവണ താക്കീത് നൽകിയത്. അത് ഞാനൊരു ആലങ്കാരികമായി പറഞ്ഞ 1000 തവണ. അള്ളാന്റെ വിശുദ്ധ ഖുർആനും നബി തങ്ങളുടെ ഹദീസും താക്കീത് ചെയ്തത് വെറുതെ അല്ല പ്രിയപ്പെട്ടവരെ. രൂപമൊക്കെ മാറ്റും. അള്ളാഹ്ക്കറിയാം ഇത് താങ്ങൂലാന്ന്. അതുകൊണ്ട് തന്നെ രൂപവും ഭാവവും ഒക്കെ മാറ്റിയിട്ട് കട്ടികൂട്ടും ശരീരത്തിന്. ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു, അന്നഹു യുൽഖമുൽ ഇൻസാൻ ഹത്താ യകൂന മഖഅദുഹു മിസ്ല മാ ബൈന മക്ക വൽ മദീന.
നരകത്തിന് വേണ്ടി പണിയെടുക്കുന്നവര് ശ്രദ്ധിക്കുക. അതിക്രമം ജീവിതമാക്കിയവർ ആലോചിക്കുക. നരകത്തിലേക്ക് പോകുന്നവന്റെ ശരീരത്തെ അല്ലാഹു തആല വലിച്ചു നീട്ടും. കേവലം 5 അടിയായിരിക്കില്ല, കേവലം 4 അടിയായിരിക്കില്ല, കേവലം 6 അടിയായിരിക്കില്ല. മറിച്ച് അവന്റെ ശരീരം അല്ലാഹു തആല വിശാലമാക്കി വലിച്ചു നീട്ടും. എത്രയെന്നറിയുമോ? ഹത്താ യകൂന മഖഅദുഹു, അവന്റെ പിൻഭാഗമുണ്ടല്ലോ, അവന്റെ നട്ടെല്ലിന്റെ താഴ്ഭാഗത്തുള്ള കസേരകളിൽ നമ്മൾ ആസനസ്ഥമാകുമ്പോ വെക്കപ്പെടുന്ന നമ്മുടെ ശരീരത്തിന്റെ പിൻഭാഗം, ഈ പിൻഭാഗം അല്ലാഹു തആല വലിച്ചു നീട്ടുന്നു. എത്രയാണെന്നറിയുമോ? മിസ്ലമാ ബൈന മക്ക വൽ മദീന. അല്ലാഹ് വല്ലദീന യുതൂന മാ ആതൗ വഖുലൂബുഹും വജിലാ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. എന്റെ പ്രിയപ്പെട്ടവരെ, മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ദൂരം എത്രയാണോ, ഇത്രയും ദൂരത്തോളം നരകത്തിന് വേണ്ടി അധ്വാനിച്ച പാപികൾക്ക് പാപം പൊറുക്കാതെ മരിക്കേണ്ടി വന്നാൽ അവർക്ക് അല്ലാഹു സ്വർഗം നിശ്ചയിച്ചിട്ടില്ലേ? അവരെ അല്ലാഹു വിചാരണ ചെയ്തോ? അങ്ങനെ അവരുടെ പാപങ്ങൾക്ക് ശമ്പളം കൊടുക്കാൻ അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിന്റെ പിൻഭാഗം പോലും വലിച്ചു നീട്ടപ്പെടുന്നത് ഇമാം ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ പഠിപ്പിക്കുന്നത് മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ദൂരം എത്രയാണോ അത്രയും ദൂരമാണ് പ്രിയപ്പെട്ടവരെ. അഥവാ ഏകദേശം 450 കിലോമീറ്ററോളം നമ്മുടെ ശരീരത്തിന്റെ പിൻഭാഗം വലിച്ചു നീട്ടപ്പെടുന്നു. നമ്മളെന്ന് പറയാൻ തന്നെ പേടിയുണ്ട് പ്രിയപ്പെട്ടവരെ. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, അതിനെ മാത്രം അതിക്രമം പ്രവർത്തിച്ചവരല്ലേ നമ്മൾ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നരകമോചനം കൊണ്ട് അനുഗ്രഹീതമാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട ഉമ്മയ്ക്കൊരു പക്ഷേ 450 കിലോമീറ്റർ തിരിഞ്ഞെന്ന് വരില്ല. രാവിലെ 6 മണിക്ക് തിരുവനന്തപുരത്തെ തമ്പാനൂര് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കാസർഗോഡ് ലക്ഷ്യമാക്കി പുറപ്പെടുന്ന ഒരു ട്രെയിൻ ഉണ്ട് പെങ്ങളെ. ആ ട്രെയിൻ ഈ അക്ഷര കേരളത്തിന്റെ വിരിമാറിലൂടെ വിരിച്ചിട്ടിരിക്കുന്ന റെയിലിലൂടെ സഞ്ചരിച്ചുകൊണ്ട് കേവലം 10 മണിക്കൂർ ഇടതടവില്ലാതെ സഞ്ചരിച്ചാൽ ഇത് വൈകുന്നേരം ഏകദേശം 4-4:30 മണിയാകുമ്പോ ഇത് കോഴിക്കോട് കഴിഞ്ഞിട്ട് ഏകദേശം വടകരയ്ക്കപ്പുറം കണ്ണൂരുമായി ബന്ധപ്പെട്ടെത്തുമെങ്കിൽ ഇത്രയും ദൂരമാണ് ഉമ്മ. അയൽവക്ക ബന്ധങ്ങളെ തകർത്ത് കളയുമ്പോ ആലോചിച്ചോ? ടിവിയുടെ മുമ്പിലിരുന്നു കൊണ്ട് നിസ്കാരം പോലും കളാക്കി കളയുമ്പോ ചിന്തിച്ചോ? ബീവറേജസ് കോർപ്പറേഷന്റെ മുമ്പിൽ ക്യൂ നിൽക്കുമ്പോ സഹോദര ഒരു നിമിഷം ഒന്ന് ആലോചിക്കണേ. ഇതിന്റെ പേരിൽ എന്റെ ശരീരം വലിച്ചു നീട്ടുന്നത് ഇത്രയാണ്. ഈ ശരീരം ഇങ്ങനെയാണ് നരകം തിന്നു തീർക്കുന്നതെന്ന് ആലോചിച്ചോ? ഈ വാല് 2 മണിക്കൂർ നമുക്ക് ഉപകാരപ്പെടട്ടെ പ്രിയപ്പെട്ടവരെ. 450 കിലോമീറ്ററോളം ഈ ശരീരത്തിന്റെ പിൻഭാഗം വലിച്ചു നീട്ടപ്പെടുന്നു. വമൻകിബൈഹി മസീറത 3 അയ്യാം. നരകത്തിലേക്ക് പോകുന്നവന്റെ ഒരു ചുമലിൽ നിന്ന് മറ്റൊരു ചുമലിലേക്ക് ചെന്നെത്തണമെങ്കിൽ 3 ദിവസം യാത്ര ചെയ്യേണ്ടി വരും പ്രിയപ്പെട്ടവരെ. ആ രീതിയിൽ അല്ലാഹു വലിച്ചു നീട്ടുന്നു. തീർന്നില്ല. നരകത്തിലേക്ക് പോകുന്നവന്റെ ഒരു പല്ലെത്രയെന്നറിയുമോ? വലർസുഹു മിസ്ല ജബൽ ഉഹദ്. സഊദത്തുൽ അറബിയുമായി ബന്ധമുള്ളവരല്ലേ എന്റെ പ്രിയപ്പെട്ടവർ സൗദിയ. ഈ സൗദിയയിലെ അറേബ്യയിലെ പർവ്വത സമുച്ചയങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പർവ്വതങ്ങളിൽ ഒന്നാകുന്ന ഉഹദ് പർവ്വതം എന്റെ പ്രിയപ്പെട്ടവർ കണ്ടിട്ടുണ്ടല്ലോ. ഈ ഉഹദ് പർവ്വതത്തോളം പാപം പ്രവർത്തിച്ചവൻ അല്ലാഹു നരകം നിശ്ചയിച്ചാൽ അവന്റെ ഒരു പല്ല് പോലും ഉഹദ് പർവ്വതത്തോളം അല്ലാഹു വലിച്ചു നീട്ടുന്നു. അഥവാ ഏകദേശം 2.5 കിലോമീറ്റർ വരും എന്റെ പ്രിയപ്പെട്ടവരെ ഒരു പല്ല്. ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ പറഞ്ഞ വാക്ക് അബൂറബിയെ കടമെടുക്കട്ടെ, എന്നിട്ട് സ്വന്തം ശരീരത്തോടും നിങ്ങളോടും പറയട്ടെ. മഹാനുഭാവൻ ചോദിക്കുന്നു, പാപം പ്രവർത്തിച്ചവരല്ലേ നമ്മൾ, അതിക്രമം ചെയ്തവരല്ലേ നമ്മൾ, നരകത്തെ പേടിയുള്ളവരല്ലേ നമ്മൾ. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഈ ചെയ്തു കൂട്ടിയ അതിക്രമങ്ങളെങ്ങാനും റബ്ബ് പുറത്തു
പുറത്തു തരാതിരുന്നാൽ, അല്ലാഹു തആല ഈമാനോടെ മരിക്കാനുള്ള ഭാഗ്യം തരാതിരുന്നാൽ, നാളെ അല്ലാഹു തആല പരസ്യമായി വിചാരണ ചെയ്താൽ അല്ലാഹുവാണ്, സ്വർഗത്തിലേക്ക് പോകാൻ നമുക്ക് അവകാശമില്ല. നരകത്തിന്റെ വിറകുകളായിരിക്കും പ്രിയപ്പെട്ടവരെ. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഔദാര്യം കൊണ്ട് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ നരകം തന്നാൽ നിന്റെ ശരീരത്തിന്റെ കോലമാണ് മോനെ ഇത് സുയൂത്തി ഇമാമിന്റെ വാക്കാണെങ്കിൽ ശ്രദ്ധിച്ചോ പ്രിയപ്പെട്ടവരെ. അങ്ങനെ വന്നാൽ നിന്റെ പല്ലിന്റെ കണമാണ് പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ പല്ലിന്റെ രൂപമാണിത്, നിന്റെ തോളിന്റെ വലിപ്പമാണിത്. ഫകൈഫ ബിൽ ജിസ്മി വകൈഫ ബിർറഅസി. നിന്റെ തലയൊന്ന് ചിന്തിച്ചു നോക്കടോ. 2.5 കിലോമീറ്റർ വരുന്ന ഓരോ പല്ല് വെച്ചുള്ള 32 പല്ലുകൾ, 16 വീതം 2 അടുക്കുകൾ വെച്ചിട്ടുള്ള തല, അതെന്തോരു തലയാണ്. 450 കിലോമീറ്റർ വിസ്തൃതപ്പെട്ട ശരീരത്തിന്റെ പിൻഭാഗമുള്ള ശരീരം എത്ര വലുതാണ്. ഈ ശരീരത്തിന്റെ തൊലിയുണ്ടല്ലോ, ഒരു ഇഞ്ചക്ഷൻ ചെയ്യുന്ന നേരത്ത് സിറിഞ്ചിന്റെ അഗ്രത്തുള്ള ഈ സൂചിയുടെ മുനമ്പ് ഭാഗമൊന്ന് തട്ടുമ്പോ ഈ തൊലിയുടെ കട്ടി കഴിഞ്ഞിട്ട് മജ്ജയിലേക്ക് ചെന്ന് മുട്ടുന്ന ഈ തൊലി, ഈ ലോലമായ തൊലി, ഈ തൊലി പോലും അല്ലാഹു തആല കട്ടികൂട്ടുന്നു. എത്രയാണ് കട്ടിയെന്നറിയുമോ? ഈ ശരീരത്തിന്റെ തൊലിയിൽ നിന്ന് ഒരാൾക്ക് മജ്ജ കാണണമെങ്കിൽ, മജ്ജയിലേക്ക് ചെന്നെത്തണമെങ്കിൽ കേവലം ഒരു കുത്തുകുത്തിയത് കൊണ്ടായില്ല, കേവലം ഒന്ന് വെട്ടിയത് കൊണ്ടായില്ല. മൺവെട്ടി കൊണ്ട്, കുന്താലി കൊണ്ട്, പിക്കാക്സ് കൊണ്ട് ഈ നരകത്തിൽ പോകുന്നവന്റെ ശരീരം വെട്ടിക്കുഴിക്കേണ്ടി വരും. എത്ര കുഴിക്കണമെന്നറിയുമോ? ആ പാതാളത്തോളം കുഴിക്കേണ്ടി വരും പ്രിയപ്പെട്ടവരെ. അഗാധ ഗർഭമുണ്ടാക്കേണ്ടി വരും. അഥവാ മഹാന്മാരെ പഠിപ്പിക്കുന്നു 365 ദിവസം അഥവാ 1 വർഷം കുഴിക്കേണ്ടി വരും. അങ്ങനെ കുഴിച്ചാലല്ലാതെ നരകത്തിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ഹതഭാഗ്യവാന്റെ, ആ ഹതഭാഗ്യമുള്ളവളുടെ, ഹതഭാഗ്യയുടെ ശരീരത്തിന്റെ തൊലിയുടെ കട്ടി കഴിഞ്ഞിട്ട് മജ്ജയിലേക്ക് ചെന്നെത്താൻ കഴിയില്ല. വേണോ ഈ നരകം പ്രിയപ്പെട്ടവരെ? ഈ നരകത്തിന് അധ്വാനിക്കണോ ഉമ്മ? ഈ നരകത്തിന് അധ്വാനിക്കണോ പെങ്ങളെ? വല്ലദീന യുതൂന മാ ആതൗ വഖുലൂബുഹും വജിലാ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. നീ ചെയ്ത തെറ്റിൻ ഡഴമോർത്തേട്ടുടനടി നിറയട്ടെ മണ്ണാൽ നിന്റെ മുഴുവൻ തലമുടി. ഇത് കണ്ട് നിന്നോടലിവ് റബ്ബിന് തോന്നണം. പടിവാതിലൊഴിയാതവിടെ നിന്ന് നീ കരയണം. പറയേണ്ടതാണവനോട് യാ റഹ്മാനേ, ഒളിവിൽ കഴിഞ്ഞൊരു പുള്ളിയാണിത് കോനേ. പൊറുക്കന്റെ പാപം സീതി വെറുക്കാതെ പൊറുക്കുന്നവന്നാരുണ്ട് നീ അല്ലാതെ. തഴവസ്ഥാദ് എത്ര സുന്ദരമായി വിവരിക്കുന്നു ഈ നരകത്തെ സംബന്ധിച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ത് നരകം! ഞാനും നിങ്ങളും ഇതിന് മാത്രം ചെയ്തില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എന്റെ ശരീരത്തോട് നിങ്ങളോടും ചോദിക്കാനുള്ളത് ഇതാണ്. ഒന്നാലോചിക്കേ. ഇത്രയും നേരം കേട്ട പറഞ്ഞ ഞാനും നിങ്ങൾ ഒഴിവല്ലല്ലോ. ഈ നരകത്തിന് വേണ്ടി ഇന്നത്തെ ദിവസം പോലും പണിയെടുക്കാതെ കഴിച്ചു പോയിട്ടുണ്ടോ? നരകത്തിന്റെ ആരവങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് വന്ന ഈ ദിവസം പോലും ഞാനും നിങ്ങളും ഈ നരകത്തിന് വേണ്ടി തെറ്റ് ചെയ്യാതെ കഴിച്ചു കൂട്ടിയിട്ടുണ്ടോ? ഒരു നാക്ക് കൊണ്ടൊരു പാപമെങ്കിലും പറയാതെ. അല്ലാഹു തആല അവന്റെ ഔദാര്യം കൊണ്ട് ഈമാനോടെ മരിക്കാനുള്ള ഭാഗ്യം തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എവിടെ പ്രിയപ്പെട്ടവരെ? താങ്ങോ ഈ നരകം? ദുനിയാവിൽ വെച്ചിട്ട് മുക്കാശഫത്തുൽ ഖുലൂബ് എന്ന ഗ്രന്ഥത്തിൽ കാണാം ഇമാം ഗസാലി റളിയല്ലാഹുവിനെ പഠിപ്പിക്കുന്ന വിശാലമായ ഒരു ചരിത്രം. ഞാനിവിടെ വിവരിക്കുന്നില്ല. ആ ചരിത്രത്തിലുണ്ട്, ഖബറിന്റെ ഉള്ളറയിൽ വെച്ച് വ്യഭിചരിക്കപ്പെട്ടു ഒരു മയ്യിത്ത്. അൻസാറുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സഹോദരി, ഒരു യുവതി
ഖബറിന്റെ ഉള്ളറയിൽ വെച്ച് വ്യഭിചരിക്കപ്പെട്ടു. ഈ വ്യഭിചരിച്ചയാൾ കുറ്റബോധത്തോടുകൂടി അതിലുപരി ഈ മയ്യത്ത് അദ്ദേഹത്തോട് സംസാരിച്ചു. ഈ പ്രേത ശരീരം ചലനമറ്റ ഈ ചേതനയറ്റ ശരീരം, നിർജീവമായ ശരീരം സംസാരിച്ച ആ ഒരു ഭീകരതയോടുകൂടി നബിയുടെ മുമ്പിൽ കുറ്റബോധത്തോടെ വന്നപ്പോൾ നബി തങ്ങൾ ഇറക്കിവിട്ടു ഇദ്ദേഹത്തിന്റെ മാനസിക അവസ്ഥയ്ക്ക് ആക്കം കൂട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നേരെ ഇദ്ദേഹം ഒരു പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറിയിട്ട്, ഒരു പാറയുടെ മുകളിലേക്ക് കയറിയിട്ട് 7 ദിവസമാണെന്നോ 40 ദിവസമാണെന്നോ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇത്രയും നാള് മഞ്ഞും വെയിലും മഴയും ചൂടും ഒക്കെ അനുഭവിച്ചുകൊണ്ട് വെള്ളം തൊടാതെ ഭക്ഷണം കഴിക്കാതെ പൊട്ടിക്കരഞ്ഞ് ജീവിച്ചു. ഈ ഒരു ചരിത്രത്തിന്റെ അവസാനത്തിൽ കാണാം, അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ഉത്തരം കിട്ടിയിട്ടില്ല എങ്കിൽ നരകം കിട്ടുമെന്ന് ഉറപ്പായപ്പോ അതിന് പകരം അദ്ദേഹം വില പറഞ്ഞു, ദുനിയാവിലെ തീക്കട്ടകൾ. ഞാനും നിങ്ങളും ചെയ്യുന്നത് നരകത്തിന് വേണ്ടിയാ. മായിസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വ്യഭിചരിച്ചു പോയപ്പോ ആ വ്യഭിചാരത്തിന്റെ പേരിൽ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമോ എന്ന് പേടിച്ചപ്പോ എറിഞ്ഞുകൊല്ലാൻ വേണ്ടിയിട്ട് കുറ്റബോധത്തോടെ ഇറങ്ങി തിരിച്ചു നബിയുടെ മുമ്പിലേക്ക്. എന്തൊക്കെയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ യുവാവ് അവസാനം 7 ദിവസം അല്ലെങ്കിൽ 40 ദിവസം പൊട്ടിക്കരഞ്ഞു. ഈ 40 ദിവസത്തെ പൊട്ടിക്കരഞ്ഞ് മൃതപ്രായനെത്തി മരണത്തോട് മല്ലടിക്കുന്ന അവസ്ഥയിൽ അള്ളാഹുവിനോട് ദുആ ചെയ്തത് മുകാശഫത്തുൽ ഖുലൂബ് എന്ന ഗ്രന്ഥത്തിൽ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വിവരിക്കുന്നുണ്ട്. മയ്യത്ത് ഇദ്ദേഹത്തോട് ഖബറിന്റെ ഉള്ളിൽ വെച്ച് സംസാരിച്ചു. ഏകദേശം 7 വർഷത്തോളം ഖബറിന്റെ ഉള്ളറയിൽ മറമാടപ്പെട്ട മയ്യത്തുകളുടെ ശരീരങ്ങളിൽ മൂടപ്പെട്ടിരുന്ന പുതയ്ക്കപ്പെട്ടിരുന്ന വെള്ള തുണികൾ അത് മോഷ്ടിച്ചു കൊണ്ടുവന്ന് പാതിരാത്രിയിൽ തന്നെ കഴുകി വൃത്തിയാക്കി ഉണക്കി തേച്ചെടുത്ത് വിറ്റുന്ന മാർക്കറ്റിലേക്ക് കൊണ്ടുപോയി വിൽക്കുന്ന കഫംപുടവകൾ മോഷ്ടിച്ചിട്ട് കച്ചവടം നടത്തുന്ന ഒരു വ്യാപാരിയായിരുന്നു ഇദ്ദേഹം. 7 വർഷമായി പണി തുടങ്ങിയിട്ട്. എന്ന് പറഞ്ഞാൽ 7 വർഷം കൊണ്ട് അവിടെ മരണപ്പെട്ട ഒരൊറ്റ മയ്യത്തുകൾ, മിക്കവാറും ഉള്ള മയ്യത്തുകളൊക്കെ നഗ്നമായി ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഔറത്തുകൾ വെളിവാക്കപ്പെട്ട തരത്തിൽ ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി അധികം നീട്ടിക്കൊണ്ടു പോവില്ല. 2 മണിക്കൂർ ഏകദേശം ആറാകാറായി. അറിയാലോ, ഒരുപാട് ചെലവുകളുണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട്. അതുകൊണ്ട് ഈ സുന്ദരമായ മജ്‌ലിസിൽ ദുആയും കൂടി കഴിയാതെ ഒരാളും എഴുന്നേറ്റ് പോകരുത്. കാരണം ഉത്തരം കിട്ടും പ്രിയപ്പെട്ടവരെ. കാരണം വേദനിക്കുന്ന ഹൃദയങ്ങൾ ഈ മജ്‌ലിസിലുണ്ട്. അതുകൊണ്ട് കിട്ടിയ ഭാഗ്യമല്ലേ, അതുകൊണ്ട് ആ പ്രതീക്ഷയോടെ ഇരിക്കുക. ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ നല്ലൊരു സംഖ്യ, നല്ലൊരു നിയ്യത്തോടു കൂടി, അല്ലാഹുവേ, ഈ കേൾക്കുന്ന നരകത്തിന് വേണ്ടി ഒരുപാട് അധ്വാനിച്ചവനാ ഞാൻ. അതുകൊണ്ട് പടച്ചവനെ, ഈ നരകം എനിക്ക് തരല്ലേ അല്ല. അതുകൊണ്ട് ഇത് ചർച്ച ചെയ്യുന്ന മജ്‌ലിസിൽ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്വതക്ക നൽകുന്നു എന്ന നിയ്യത്ത് എഴുതുകൊണ്ട് നരകത്തിന്റെ മോചനത്തിന് വേണ്ടിയിട്ട് ആ ഒരൊറ്റ നിയ്യത്ത് വെച്ചുകൊണ്ട് സ്വതക്ക നൽകുക. അല്ലാഹുവേ, കബൂലാക്കണേ തമ്പുരാനെ, സ്വീകരിക്കണേ അല്ലാ. ഈ മജ്‌ലിസിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിനക്ക് സ്വതക്ക ചെയ്യുന്നവരുടെ സ്വതക്കുകളെ മാനിച്ചുകൊണ്ട് ഞങ്ങൾ മുഴുവനെയും നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ മയ്യത്ത് ഇദ്ദേഹത്തോട് സംസാരിച്ചു. ഇദ്ദേഹം ഈ പറയപ്പെട്ട പെങ്ങളുടെ ശരീരത്തിൽ നിന്ന് കഫംപുടവകൾ എടുത്തു തിരിച്ചു നടന്നു. കുറെ കഴിഞ്ഞപ്പോൾ മനസ്സിനകത്ത് എന്തോ ഒരു തോന്നൽ വന്നു. ഈ പെങ്ങളുടെ ശരീരം കണ്ട ആഗ്രഹം. തിരിച്ചു വീണ്ടും കബറിലേക്ക് വന്നു, മണ്ണ് തുറന്നു, 6 മണ്ണിന്റെ ഉള്ളറയിലേക്ക് ഇറങ്ങി ഈ പെങ്ങളുടെ ശരീരത്തിൽ വ്യഭിചാരം നടത്തി, ലൈംഗികമായ അതിക്രമം നടത്തി. ഞാൻ വിവരിക്കുന്നില്ല. അവസാനം അത് കഴിഞ്ഞിട്ട് തിരിച്ചു കേറുമ്പോ ഈ മയ്യത്ത് ഇദ്ദേഹത്തോട് തുറന്ന കണ്ണും പിടിച്ചുകൊണ്ട് തണുത്തുറഞ്ഞ നിർജീവമായ മയ്യത്ത് സംസാരിക്കാൻ തുടങ്ങി. മയ്യത്ത് സംസാരിച്ച നമ്മളാരെങ്കിലും കേട്ടിക്കോ? നമ്മളെ പള്ളിക്കാട്ടിലെ, നമ്മളെ കാട്ടുംപുറം പള്ളി ശ്മശാനത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു മയ്യത്ത് സംസാരിച്ചാ തീർന്നു, അന്ന് തീരും നമ്മൾ, അല്ലേ? ഒരു പാതിരാത്രിയിൽ അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു വെള്ള കണ്ടാ മതി, അപ്പോൾ തന്നെ പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങും നമ്മൾ. മയ്യത്ത് വിളിച്ചു പറഞ്ഞു, അമാ തസ്തഹീ മിൻ ദയ്യാൻ യഖുദു ലിൽ മദ്ലൂമി മിനൽ ളാലിമി തറക്ത ഉരിയാനതൻ ബൈന അസാകിരിൽ മൗത വൗഖഫ്തനി ജുനുബൻ ബൈന യദയില്ല. ഈ മയ്യത്ത് അദ്ദേഹത്തോട് പറഞ്ഞ ശബ്ദമാ. നബി തങ്ങളോട് അദ്ദേഹം വിവരിക്കുന്ന, നബിയെ, എന്റെ സമാധാനം കെട്ടുപോയി. കാരണം ഈ മയ്യത്ത് എന്നോട് പറഞ്ഞു, അമാ തസ്തഹീ മിൻ ദയ്യാൻ, തുറന്ന കണ്ടുപിടിച്ചുകൊണ്ട് നിർജീവമായി തണുത്തുറഞ്ഞ ഈ പെങ്ങളുടെ ശരീരം ഞാൻ ലൈംഗികമായ അതിക്രമത്തിന് ഉപയോഗിച്ച് ഈ പെങ്ങളുടെ പ്രേത ശരീരം എന്നോട് സംസാരിച്ച നബിയെ, അമാ തസ്തഹീ മിൻ ദയ്യാൻ, നാണമില്ലടോ നിനക്ക്? അല്ലാഹുവിനെ ഭയമില്ലടോ നിനക്ക്? തറക്തനി ഉരിയാനതൻ ബൈന അസാകിരിൽ മൗത, നിന്റെ വ്യഭിചാരത്തിന്റെ അതിക്രമത്തിലൂടെ അഴുക്ക് പിടിപ്പിച്ച എന്റെ ശരീരം അഴുക്കിലൂടെ നീ വ്യഭിചരിച്ചത് പോരാഞ്ഞിട്ട് എന്റെ ശരീരം നഗ്നമാക്കി തന്നെ ഈ റൂഹുകൾക്കിടയിൽ അസാകിരിൽ മൗത, ഈ മരിച്ചു കിടക്കുന്ന 100 കണക്കിന് വരുന്ന മോമിനീങ്ങളുടെ റൂഹുകൾ ഇടയിൽ നാണം മറയ്ക്കാനുള്ള തുണി പോലും ഇല്ലാത്ത തരത്തിലേക്ക് എന്നെ നീ അവഹേളിച്ച് നഗ്നമാക്കി തള്ളിക്കളഞ്ഞില്ലടാ.
എന്റെ കുടുംബക്കാരെ കുളിപ്പിച്ച് എന്റെ ശാരീരികമായ സർവ്വ അഴുക്കുകളിൽ നിന്നും ശുദ്ധീകരിച്ച് ശുദ്ധിയോടുകൂടി അവസാനത്തെ മയ്യത്ത് കുളിയും കുളിപ്പിച്ചുകൊണ്ട് എന്നെ ഈ കബറിന്റെ ഉള്ളറയിലേക്ക്, തറവാടിത്തത്തിന്റെ ഉള്ളറയിലേക്ക് അവരെന്നെ കയറ്റിവിട്ടപ്പോ, യാത്രയാക്കിയപ്പോ ആ എന്റെ ശരീരം നീ വീണ്ടും അഴുക്ക് പിടിപ്പിച്ചു. നാളെ അള്ളാഹുവിന്റെ ഉയർത്തെഴുന്നേൽക്കപ്പെടുന്ന കോടതിയിൽ ഇതേ കുളിപ്പിച്ച ശരീരത്തിന്റെ ശുദ്ധിയോടുകൂടി ഓരോ മയ്യത്തുകളും നാളെ പുനർജനിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കോടതിയിലേക്ക് വരുമ്പോ ഞാൻ മാത്രം ഞാൻ മാത്രം ജനാപത്തുകാരിയാക്കപ്പെട്ടതായ രീതിയിൽ, ഞാൻ മാത്രം അഴുക്ക് പറ്റപ്പെട്ടവളായ തരത്തിൽ, വലിയ അശുദ്ധിക്കാരിയാക്കപ്പെട്ട തലത്തിൽ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് അശുദ്ധിക്കാരിയായി, ശുദ്ധിയില്ലാത്തവളായി വരാൻ നീ കാരണക്കാരിയായില്ലടാ. ആക്രമിക്കപ്പെട്ടവന്, അതിക്രമകാരിയിൽ നിന്ന് അള്ളാഹു പകരം വാങ്ങിച്ചു കൊടുക്കുന്ന കോടതിയിൽ വെച്ച് നിന്നെ ഞാൻ പിടിച്ചു നിർത്തുമടാ. അമാ തസ്തഹി, ലജ്ജയില്ലടാ നിനക്ക് എന്ന് ചോദിച്ച ഈ പെങ്ങളുടെ പ്രേത ശരീരത്തിന്റെ ശബ്ദം അലയടിച്ചുകൊണ്ട് നിന്നപ്പോ വല്ലാത്ത വിഭ്രാന്തിപ്പെട്ടു പോയി സഹോദരൻ. അങ്ങനെ നബിയുടെ മുമ്പിൽ നബി തങ്ങൾ ഇദ്ദേഹത്തിന്റെ മാനസികാവസ്ഥയ്ക്ക് പിരിമുറുക്കം വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടു, കുറ്റബോധം കൂടാൻ. അങ്ങനെ അതിന്റെ പേരിൽ ചെന്നിരുന്ന് കരഞ്ഞ് അവസാനം മൃതപ്രായനെത്തിയപ്പോ ഇദ്ദേഹം റബ്ബിനോട് ദുആ ചെയ്യുന്നു, നരകം കിട്ടുമോ എന്ന് പേടിച്ചപ്പോ. ഞാനും നിങ്ങളും നരകത്തിന് വേണ്ടി അധ്വാനിച്ചിട്ട് ഒരു തുള്ളി പോലും പ്രാർത്ഥിച്ചിട്ടില്ല. ഇദ്ദേഹമോ റബ്ബിനോട് പറയുന്നു, അല്ലാ യാ ഇലാഹ മുഹമ്മദിൻ വ ഇബ്രാഹിമ വ മൂസ, ഈ പ്രവാചകന്മാരുടെ യജമാനനായ തമ്പുരാനെ, ഇൻ ഗഫർത ലി ഫഅലിംഹു മുഹമ്മദൻ വ സുഹാബഹു, എന്റെ കിരാതമായ അതിക്രമം ഒരൽപ്പം പോലും വിട്ടുവീഴ്ചയ്ക്ക് ന്യായീകരണത്തിന് പഴുതില്ലാത്ത വിധമുള്ള ധർമ്മവീതികൾ വ്യതിചലിച്ചുള്ള, ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകളെ, ഇസ്ലാമിന്റെ വ്യക്തമായ നിർദ്ദേശങ്ങളെ അവഗണിച്ചുള്ള വളരെ മോശമായ കിരാതമായ മനുഷ്യൻ ചെയ്യാൻ മടിക്കുന്ന അക്രമമാണ് ചെയ്തതെന്ന് എനിക്കറിയാം, എനിക്ക് ബോധമുണ്ട് തമ്പുരാനെ. അതുകൊണ്ട് ഇൻ ഗഫർത ലി, എന്റെ ഈ പാപം, എന്റെ ഇത്രയും നേരത്തെ വേദനകൾ, എന്റെ ഈ കുറ്റബോധവും നിനക്ക് വേണ്ടിയുള്ള പൊട്ടിക്കരച്ചിലുകളെയും മാനിച്ചുകൊണ്ട് ഈ പാപം നീ എനിക്ക് പുറത്തു തരുമെങ്കിൽ ഫഅലിംഹു മുഹമ്മദൻ വ സുഹാബഹു, ഇപ്പോ ഞാൻ മരണപ്പെടുന്നതിന് മുമ്പ്, എന്റെ ശരീരത്തിൽ നിന്നും ആത്മാവ് പറന്നു പോകുന്നതിന് മുമ്പ് ഈ വിവരം എനിക്ക് മാപ്പ് തന്നു എന്ന സുവിശേഷം നീ മുത്തുനബിക്കും സ്വഹാബത്തിനും അറിയിച്ചു കൊടുക്കണേ അല്ലാ. അതിലൂടെ എന്നെ സന്തോഷിപ്പിക്കണേ അല്ലാ. വ ഇല്ല, ഇനി നീ എനിക്ക് പുറത്തു തരാൻ നിശ്ചയിച്ചിട്ടില്ല എങ്കിൽ, എന്റെ അതിക്രമത്തിന് നീ എനിക്ക് മാപ്പ് തരാൻ നിശ്ചയിച്ചിട്ടില്ല എങ്കിൽ നിന്റെ നരകം ഞാൻ താങ്ങില്ല അല്ലാ. നിന്റെ നരകത്തിൽ ഒരു പൊടി പോലും കടക്കാൻ എനിക്ക് കഴിയില്ല റബ്ബേ. അതുകൊണ്ട് അല്ലാ, ഈ സഹോദരൻ ദുആ ചെയ്യുന്നു, റബ്ബേ ഇപ്പൊ ഇവിടെ വെച്ച് ഞാൻ മരണപ്പെടുന്നതിന് മുമ്പ് ആകാശത്തിന്റെ നീലിമ കീറണേ അല്ലാ. എന്നിട്ട് ആകാശത്തിൽ നിന്ന് ഫാറസിലിന്നാറോ മിനസ്സമാ, ആകാശത്ത് നിന്ന് തീക്കട്ടകളെ ഇറക്കണേ അല്ലാ. ഫഅഹ്രിഖ്നീ, എന്നിട്ട് ജീവനോടെ കൊളുത്തണേ അല്ലാ, ജീവനോടെ കരിക്കണേ അല്ലാ. വെന്ത് വെണ്ണീറാകി ചാരമാകുന്ന നേരം വരെ എനിക്ക് ജീവൻ തന്ന് ബോധം തന്നുകൊണ്ട് എന്നെ ചുട്ടരിച്ചുകൊണ്ട് വേദനിപ്പിക്കണേ അല്ലാ. എന്നാലും വനജ്ജിനീ മിനന്നാർ, നിന്റെ നരകം എനിക്കാവൂല റബ്ബേ, നിന്റെ നരകം ഞാൻ താങ്ങൂല അല്ലാ. അതുകൊണ്ടെനിക്ക് നരകം തരല്ലേ അല്ലാ. ഈ സഹോദരൻ ദുആ ചെയ്തു. പ്രിയപ്പെട്ടവരെ, എന്താണ് ദുആ ചെയ്യാനുള്ള കാരണമെന്നറിയുമോ? ഞാൻ ഈ പറഞ്ഞ വലിയ ശരീരമുണ്ടല്ലോ, പർവ്വതമല്ല, പർവ്വതം കേവലം ഒരു പല്ലാണ്. ലോകമാകുന്ന ശരീരം, ഈ ലോകമാകുന്ന ശരീരം മലക്കുകൾ അവരുടെ കുടുക്ക് ചങ്ങലകൾ വരിഞ്ഞെറിഞ്ഞ് മുറുക്കുന്നു. ഖുദൂ ഫഉല്ലൂ സുമ്മൽ ജഹീമ സല്ലൂ. ഈ ശരീരം കുടുക്ക് ചങ്ങലങ്ങൾ വരിഞ്ഞു മുറുക്കിയിട്ട് മലക്കുകൾ, നായ്ക്കുട്ടികൾ വലിച്ചെറിയപ്പെടുന്ന ലാഘവത്തോടുകൂടി നരകത്തിലേക്ക് വലിച്ചെറിയേണ്ട താമസം. അല്ലാ അല്ലാ, ഇത്രയും വലിയ ലോകമാകുന്ന ശരീരം നരകത്തിലേക്ക് വീഴേണ്ട താമസം ഒരു സെക്കൻഡ് കൊണ്ട് ഈ ശരീരം ചാരമായി മാറും. പ്രിയപ്പെട്ടവരെ, ഒരു സെക്കൻഡ്
സെക്കൻഡ് കൊണ്ട് ഈ ശരീരം ചാരമാക്കപ്പെടും. ഒരു ഓലക്കാല കത്തുന്ന ലാഘവത്തോടുകൂടി ഒരു ഉണങ്ങിയ വിറകിന് പെട്രോളിന് തീപിടിച്ച മാതിരി, ഡീസൽ ടാങ്കിന് തീപിടിച്ചതുപോലെ ഈ ശരീരം ഒരു സെക്കൻഡ് കൊണ്ട് കത്തി അമർന്നു പോകും പ്രിയപ്പെട്ടവരെ. പക്ഷേ വമാഹു അഭിമയ്യത്തിൻ, മരിക്കാനല്ല അനുവദിക്കില്ല. കുല്ലമാ നളിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ബിമുസഹ്സിഹി. മരണം അവർക്ക് അപ്രാപ്യമാണ്. ഞാൻ വിട്ടുകൊടുക്കില്ല നബിയെ, അവരെ മരിപ്പിക്കില്ല. വീണ്ടും അവർക്ക് കത്തിയെരിഞ്ഞതിന് പകരം പുതിയ തോല് കൊടുക്കുന്നു, പുതിയ ശരീരം കൊടുക്കുന്നു, പുതിയ മജ്ജ കൊടുക്കുന്നു, പുതിയ മാംസം കൊടുക്കുന്നു. അടുത്ത സെക്കൻഡിൽ അത് വീണ്ടും വെണ്ണീറാകുന്നു, ഒരു പിടിച്ചാരമായി തീരുന്നു. തലച്ചോറുകൾ പോലും വെന്തിയുരുകിയിട്ട് തീക്കട്ടകളായിട്ട് ആമാശയത്തിലൂടെ ഒഴുകിയിട്ട് അത് മുഴുവനും പിന്ദ്വാരത്തിലൂടെ ഒലിച്ചുകൊണ്ടിരിക്കുന്നു. യാ മാലിക് ഖദ് നളിജത് അലൈനൽ ജുലൂദ്, യാ മാലിക് ഖദ് സാല മിന്ന സുദീദ്, യാ മാലിക് ഖദ് ഹമിയ അലൈനൽ വഖൂദ്, യാ മാലിക് ഖദ് ഹഖ അലൈനൽ വഈദ്. നരകവാസിയുടെ ശരീരം വെന്ത് വെണ്ണീറാകുമ്പോ അവന്റെ നിലവിളിയായ ഹദീസുകൾ പഠിപ്പിക്കുമ്പോ എന്താണ് ഈ വിളിയെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? കണ്ടോ മാലിക്കേ, ഈ ശരീരം ഉള്ളും പുറവും വെന്തിരിയുകയാണ്. എന്റെ കണ്ണുകൾ മുഴുവനും തീനാമ്പുകളാണ്, എന്റെ ചെവിയുടെ ഉള്ളറകൾ മുഴുവനും തീകളാണ്, എന്റെ തൊണ്ട മുഴുവനും തീയാണ്, എന്റെ നാവ് തീക്കട്ടയാണ്, എന്റെ തലച്ചോറ് വെന്തുരുകയാണ്. അത് ആമാശയത്തിലൂടെ കുത്തി നോവിക്കുന്ന കനൽക്കട്ടയായി അതിന്റെ പിന്ദ്വാരത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. യാ മാലിക് ഖദ് സാല മിന്ന സുദീദ്, യാ മാലിക് ഖദ് ഹമിയ അലൈനൽ വഖൂദ്. നീ ഇവിടെ വെച്ച് കരഞ്ഞോ പ്രിയപ്പെട്ടവരെ? അബൂ റബീ അവസാനിപ്പിക്കുകയാണ്. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എനിക്ക് എന്നോടും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും പറയാനുള്ളത്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോടും പറയാനുള്ളത്, ചെയ്തു പോയ അതിക്രമത്തിന്റെ പേരിൽ കുറ്റബോധത്തോട് റബ്ബിനോട് നിലവിളിച്ചോ? ഇല്ലേ, ഇല്ലേ. നാളെ നരകത്തിന്റെ മുമ്പിൽ നിന്ന് കരയേണ്ടി വരും. മാലിക് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? നിങ്ങൾ എന്തിനാണ് നിലവിളിക്കുന്നത്? നിങ്ങൾ ഏതൊരു നബിയുടെ സമുദായമാണ്? ഇത് നബി തങ്ങൾ പഠിപ്പിച്ചതാണ്. ഇത് അബൂ റബീന്റെ വാക്കാക്കി തള്ളിക്കളയണ്ട. നിർത്തുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത് ഇതാണ് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏത് നബിയുടെ സമുദായമാണ്? നിങ്ങൾ എന്തിനാണ് നിലവിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോ ഇവര് പറയുന്നു, മാലിക്കേ, ഞങ്ങളുടെ നബിയാരാണെന്ന് ഞങ്ങൾക്കറിയില്ല. നബിയുടെ പേര് പോലും ഞങ്ങളിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി, മറയ്ക്കപ്പെട്ടു പോയി. കാരണം ഞങ്ങൾക്കതിന് അർഹതയില്ല. പക്ഷേ ഒന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ഖുർആൻ അവതരിപ്പിച്ച സമൂഹമാണ്. ഉടനെ മാലിക് ചോദിക്കുന്നു, അപ്പൊ നിങ്ങൾ മുഹമ്മദ് നബിയുടെ അനുയായികളാണോ? ഇത് കേൾക്കുമ്പോഴേക്ക് പൊട്ടിപ്പോകുന്നു. ഇവരവിടെ നിന്ന് നിലവിളിക്കുന്നു. ഇവരെന്ന് പറയുന്നത് പേടിച്ചിട്ടാണ് പ്രിയപ്പെട്ടവരെ. നമ്മളാരും അതിൽ പെടണ്ട. അതിക്രമം നമുക്ക് വേണ്ടേ ഉമ്മ? നമുക്ക് വേണ്ടേ പ്രിയപ്പെട്ടവരെ? ചിന്തിക്കാൻ നമുക്ക് കഴിയില്ല. അത്ര ഭീകരമാണ് നരകം. നരകത്തിന്റെ വ്യക്തമായ വിവരണങ്ങളും ആരവങ്ങളും നമുക്കറിയില്ല. അതൊന്നും വിവരിച്ചു തന്നിട്ടില്ല. അത് കേൾക്കാൻ ഒരു കുട്ടിക്ക് മനസ്സ് വരില്ല. അത് കേട്ടിരിക്കാൻ ഒരു കൽബ് താങ്ങില്ല പ്രിയപ്പെട്ടവരെ. എന്താണ് നരകമെന്നറിയുമോ? കണ്ടോ, നരകത്തിന്റെ മുമ്പിൽ വെച്ച് നിലവിളിക്കുന്നു. ഉടനെ മാലിക് തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിൽ നമ്മൾ പെടണ്ട. അതിനു മുമ്പേ കുറ്റബോധത്തോടെ വെട്ടി നുറുക്കുന്ന വേദനയോടെ റബ്ബിന് വേണ്ടി പൊട്ടിക്കരഞ്ഞോ?
അതിക്രമമാണ് ഒരു പക്ഷേ മനുഷ്യന് വന്നു പോകാം, പക്ഷെ അതിൽ കുറ്റബോധം നമുക്ക് വന്നില്ലേ? ഈ ജീവിതം അപകടമാണ്, ഈ ജീവിതം അപകടമാണ്. നരകത്ത് നിറക്കുന്നതും മനുഷ്യനെ കൊണ്ടാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും പെട്ടുപോകണ്ട. മാലിക്കിന്റെ മുമ്പിൽ നിന്ന് നിലവിളിക്കുമ്പോ മാലിക് ചോദിക്കുന്നു, അല്ല കൂട്ടരെ, ഇതെന്തോര് കരച്ചിലാണ്, ഇതെന്തോര് വേദനയാണ്, ഇതെന്തോര് നിലവിളിയാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് തേങ്ങാൻ കഴിയുന്നത്? എങ്ങനെയാണ് കണ്ണിൽ നിന്ന് മേമാരി ചൊരിയുന്നത് പോലെ പൊട്ടി വീഴുന്നത്? ഇത് വല്ലാത്തൊരു അനുഗ്രഹമാണല്ലോ. കാരണം മാലിക് കരഞ്ഞിട്ടില്ല, മാലിക് കരച്ചില് കണ്ടിട്ടില്ല, മാലിക്കിന് കരയാൻ അറിയില്ല. ഈ മാലിക്കാണ് പറയുന്നത്, ഇതെന്തോര് കരച്ചിലാണ്. അല്ല കൂട്ടരെ, ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ഈ കരയുന്ന കരച്ചിൽ മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ദുനിയാവിൽ വെച്ച് കരയാമായിരുന്നില്ലേ? അതിക്രമം ചെയ്തു പോയി പോകട്ടെ, ആ അതിക്രമത്തിന്റെ പേരിൽ നിങ്ങൾക്ക് കുറ്റബോധം വന്ന മനസ്സോടുകൂടി നിങ്ങൾക്ക് അള്ളാഹുവിന് വേണ്ടി അവിടെ വെച്ച് കരയാമായിരുന്നില്ലേ? അവിടെ വെച്ച് കരഞ്ഞിരുന്നുവെങ്കിൽ ഇവിടെ വെച്ച് കരയേണ്ടി വരുമായിരുന്നോ? ഈ കരച്ചിൽ നിങ്ങൾക്ക് ഉപകാരമില്ലല്ലോ എന്ന് മാലിക് ചോദിക്കുമ്പോ, എന്റെ ഉമ്മ, ആ മാലിക്കിന്റെ ചോദ്യം നിന്റെ മുഖത്ത് നോക്കി ആവരുതേ ഉമ്മ. എന്റെ സഹോദരാ, മാലിക് ചോദിക്കുന്ന ചോദ്യം നിന്റെ മുഖത്ത് നോക്കി ആകരുതേ മോനെ. അതിന് മുമ്പ്, മരണത്തിന് മുമ്പ് കുറ്റബോധത്തോടെ അള്ളാഹുവിന് വേണ്ടി പൊട്ടിക്കരഞ്ഞ് മടങ്ങിക്കോ പ്രിയപ്പെട്ടവരെ. ഉടനെ മാലിക് വിളിക്കുന്നു, മുഹമ്മദ് നബിയുടെ അനുയായികളല്ലേ നിങ്ങൾ? നിങ്ങൾക്ക് നിങ്ങൾ കിടക്കുന്ന നരകത്തിന്റെ ചെരുവ് ഞാനൊന്ന് കാണിച്ചു തരട്ടെ. കൊണ്ടുപോകുന്നു ഇവരെ. നമ്മുടെ ഉണ്ടോ അറിയില്ല പ്രിയപ്പെട്ടവരെ. ഉണ്ടെങ്കിൽ, നമ്മുടെ പേരുണ്ടെങ്കിൽ, നരകത്തിന്റെ കത്തിക്കാളുന്ന ചാർട്ട് വിവരിക്കപ്പെടുമ്പോ ആ ചാർട്ടിൽ നമ്മുടെ പേരും ബാപ്പയുടെ പേരും ഉണ്ടെങ്കിൽ, യാ ഹസറത്താ യാ മുസീബത്താ, ലോകത്തെ പരാജിതര് നമ്മളാണ് പ്രിയപ്പെട്ടവരെ. ലോകത്തെ ദുര്യോഗികൾ നമ്മളാണ് പ്രിയപ്പെട്ടവരെ. ലോകത്തെ ശാപജന്മങ്ങൾ നമ്മളാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നരകം വേണ്ട, കുറ്റബോധമുള്ള മനസ്സുകളായി മാറട്ടെ പ്രിയപ്പെട്ടവരെ. നരകത്തിന്റെ ആരവങ്ങൾ നമുക്കതിന് സഹായകമാകണം. കണ്ടോ, ഈ നരകത്തിന്റെ ചെരുവ് കാണിച്ചു തരുമ്പോ അവിടെ നിന്ന് വിലപിക്കുന്നു, അവിടെ നിന്ന് പൊട്ടിക്കരയുന്നു. അല്ലാ അല്ലാ, അവസാനം കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞോ. ദുനിയാവിൽ ചെയ്ത അതിക്രമത്തിന്റെ പേരിലുള്ള കരച്ചിലുകൾ, ആ കരച്ചിലുകൾ തീർന്നു വരുമ്പോ അവസാനം കണ്ണുകളിൽ നിന്ന് രക്തമൊഴുകുന്നു. ഇത് അബൂ റബീന്റെ വാക്കല്ല, തള്ളിക്കളയേണ്ട പ്രിയപ്പെട്ടവരെ. നരകത്തിലുള്ള അവസ്ഥ കണ്ട നബിത്തങ്ങളാണ് വിവരിച്ചു തരുന്നത്. സാക്ഷാൽ കണ്ണിലൂടെ ബ്ലഡ് ഒഴുകുന്നു, രക്തം ശരീരത്തിലൂടെ വാർന്നൊഴുകിയിട്ട് ആ രക്തം ചാലിട്ടുകൊണ്ട് നരകത്തിലേക്ക് ഒഴുകി പോകുമ്പോ നരകത്തിന്റെ ആരവങ്ങൾ ശ്രവിക്കുന്നവരെ, എന്റെ പ്രിയപ്പെട്ട ഉപ്പ, അബൂ റബീ എന്ന മകന് നിങ്ങളോട് പറയാനുള്ളത്, നാളെ രക്തമൊഴുകുന്ന കണ്ണാക്കി നിന്റെ കണ്ണ് മാറ്റണ്ട. എന്റെ പെങ്ങളെ, ഈ ഉത്തരവാദിത്തം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന് നിങ്ങളോട് പറയാനുള്ളത്, നാളെ രക്തമൊഴുകുന്ന കണ്ണാക്കല്ലേ മോളെ. നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ദിവസം തീരുന്നതിന് മുമ്പ്, അഥവാ 24 മണിക്കൂർ സമയം തീരുന്നതിന് മുമ്പ് 70,000 തവണ ചുട്ടരിക്കപ്പെടുന്നു, ചാരമാക്കപ്പെടുന്നു. ഈ രീതിയിൽ വർഷങ്ങളോളം ശിക്ഷിക്കപ്പെടുമ്പോ, ഒരു സന്ധ്യയുമില്ലാതെ ശിക്ഷിക്കപ്പെടുമ്പോ, ഉള്ളും പുറവും കത്തിക്കരിഞ്ഞ് വെണ്ണീറായി കനൽക്കട്ടകളായി മാറുമ്പോ നിലവിളിച്ചുകൊണ്ട് മാലിക്കിനോടുള്ള പരവേശത്തിന്റെ പരദാഹത്തിന്റെ ദീനരോധനമാണ്. പക്ഷേ മാലിക് ഉത്തരം തരില്ല. അവസാനം റബ്ബിലേക്ക് തിരിഞ്ഞുകൊണ്ട് വിളിക്കുന്നു, റബ്ബനാ അഖ്രിജ്നാ ഫഇൻ ഉദ്നാ ഫഇന്നാ ളാലിമൂൻ. രക്ഷയ്ക്ക് വേണ്ടിയുള്ള യാചന. പക്ഷേ
അവസാനിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരെ, രക്ഷയില്ല, അല്ലാഹുവിൽ നിന്ന് കരുണയില്ല. ഇഖ്സൗ ഫീഹാ വലാ തുകല്ലിമൂൻ. ഖുർആനിന്റെ